വീട്ടിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇതുപോലുള്ള സഞ്ചിയും കവറുകളും പാത്രങ്ങളൊക്കെ ഒരു മസ്റ്റ് ഐറ്റമാണ്. വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് സാധാരണ ഈ പാത്രങ്ങളൊക്കെ ഫില്ലായിട്ടിരിക്കാറ്. വീട്ടിലേക്ക് പോണ സമയത്തോ പാത്രങ്ങളൊക്കെ എംറ്റി ആയിരിക്കും. പല സമയത്തും ഞാൻ ആ പാത്രങ്ങൾ എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോകാറുണ്ട്. പക്ഷെ വീട്ടിലെത്തുന്ന സമയത്ത് അമ്മയുടെ നിന്ന് നല്ല ചീത്ത കേൾക്കുമ്പോൾ നന്നായിട്ട് അത് ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ ഓർമ്മ വന്ന് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാലോ അതൊട്ട് എവിടെയും കൊള്ളൂ. അങ്ങനെ എന്നും ഇറങ്ങണ നേരത്തെ ഓരോരോ തത്രപ്പാടുകളാണ്. പാത്രങ്ങൾ കൊണ്ടുപോകുന്ന ദിവസം എൻ്റെ ബാക്കി സാധനങ്ങളൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ബാഗിൽ കുത്തിക്കയറ്റാൻ നോക്കും. പക്ഷെ ബാഗിൽ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ വല്ല കവറൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കി പിടിച്ചിട്ടിട്ടൊക്കെയാണ് പോവുക. ഇവിടുന്ന് പോണ ദിവസങ്ങളിലൊക്കെ മൂപ്പരാൾക്ക് ഇതുപോലുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ തിരിച്ചു വരുന്ന ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഇവിടം വിട്ട് പോവാണല്ലോ. അങ്ങനെ കുറെ പ്ലാനൊക്കെ ആയിട്ട് വൈകുന്നേരം നമ്മൾ ഇറങ്ങിട്ടോ. ആദ്യം നമ്മളൊന്ന് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ കയറണം എന്ന് വിചാരിച്ചു. കയറി, പക്ഷെ അവിടെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ തിരിച്ചിറങ്ങി. വിശക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും കഴിച്ചിറങ്ങിയതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ വിശപ്പിന്റെ വിളി വന്നേ. പിന്നെ അടുത്ത് കണ്ട ചായക്കടയിൽ കയറി ഞങ്ങൾ ചായയും കട്ട്ലറ്റും പഴംപൊരിയും പിന്നെ ആ കാണുന്ന കുമ്പിളപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഈ ചബിക്ക് മെയിനായിട്ട് പഴംപൊരിയാണ്. ബാക്കി സാധനങ്ങൾ എനിക്കാണ്. വീട് വരെ വണ്ടി ഓടിച്ച് എത്തണല്ലോ. പിന്നെ പെട്രോളൊക്കെ അടിച്ച് റിലയൻസിൽ കയറി 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. പക്ഷെ അന്വേഷിച്ചു പോയ സാധനം മാത്രം കിട്ടിയില്ല. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ 8:45 ഞാൻ ഈ ക്ലോക്കിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു കഥയാ. എന്നൊരു ദിവസം അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞതാണേ. ഞാൻ അടിപൊളി പുതിയ മോഡൽ ഒരു ക്ലോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നീയൊക്കെ കണ്ടാ ഞെട്ടിപ്പോവും. 900 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാന്നൊക്കെ പറഞ്ഞേ. പുതിയ മോഡലാന്നും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചേ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ കുറേ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വിൻറ്റേജ് മോഡൽ ക്ലോക്കൊക്കെ. അതിനേക്കാളും നല്ല സൂപ്പറായിരിക്കും അമ്മ വാങ്ങിച്ചതെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിലെത്തി ഈ ക്ലോക്ക് കണ്ടപ്പോഴാണ് എൻ്റെ ബോധം പോയി. അമ്മേനെ ആരോ പറ്റിച്ചതാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ വിട്ടു. ഈ ക്ലോക്ക് ആണെങ്കിലോ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. രാത്രിക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ബെല്ലാ. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ബെല്ലാണെന്ന്. പണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ക്ലോക്കൊക്കെ ഓരോ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊന്നും ആരും ഇങ്ങനത്തെ ക്ലോക്ക് യൂസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി 8:45 എത്തിയിട്ട് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അത് ക്ലോക്കിന്റെ കഥ പറഞ്ഞിട്ട് സമയം പോയതറിഞ്ഞോ? അപ്പോൾ രാത്രി കുളിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ നേരെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കയറി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്ത് ഞാൻ എൻ്റെ വർക്കുകൾ പ്ലാൻ ചെയ്യുകയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ എഴുതി വെച്ചിട്ടാണ് പിന്നെ വർക്ക് ചെയ്യായിരുന്നത്. ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളൊന്നും വിട്ടുപോവില്ല. വിട്ടുപോയാൽ തന്നെ നമുക്കത് പിന്നീട് ഓർത്തെടുത്ത് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ നല്ല ഓർഗനൈസ്ഡ് ആണെന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നമുക്ക് നോക്കാലോ.